കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വചനം കേൾക്കാൻ അവസരമൊക്കെ ലഭിച്ചത് സന്തോഷമല്ലേ? ഒരു പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ. കാൽവരി ക്രൂശിൽ നിന്നും നമുക്ക് വേണ്ടി യാഗമായി രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ സഭ. അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ കർത്താവായ യേശു സ്വന്തം രക്തം കൊണ്ട് സമ്പാദിച്ച ദൈവത്തിന്റെ സഭ. ആ സഭയ്ക്ക് എത്ര അഭിമാനമാണ്. കർത്താവിന്റെ സ്തോത്രം. യേശു രക്ഷിതാവ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷമല്ലേ? നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കും പുരോഗതിക്കുമായി പൗലോസിന്റെ ഒരു ശൈലി, പൗലോസിന്റെ ഒരു ശൈലി എങ്ങനെയാണ്? ഒന്ന്, നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. രണ്ട്, സമയം തക്കത്തിൽ ഉപയോഗിക്കാം. സമയം നമ്മൾ ഇന്നലത്തെ ദിവസം നമുക്ക് തിരിച്ചു കിട്ടിയേക്കാം. അപ്പൊ സമയം തക്കത്തിൽ ഉപയോഗിക്കുക, നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. പൗലോസിന്റെ ഒരു ശൈലിയാണ്. ഒരു പുരോഹിതനൊരു പള്ളിയിൽ ചാർജെടുത്തു. 5 വർഷം കഴിഞ്ഞപ്പോ ആ പള്ളിയിലെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി നടന്നു. ഇടവക്കാർക്കെല്ലാം തൃപ്തനായിരുന്നു. 5 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ യാത്ര അയക്കാനുള്ള ഒരു സമ്മേളനം വിളിച്ചുകൂട്ടാൻ പരിപാടിയിട്ട് സ്ഥലം മാറിപ്പോകാൻ. അപ്പൊ അങ്ങനെ സമ്മേളനത്തില് പ്രധാന പ്രസംഗികനായി അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെ അവര് ആ സഭയിൽ വിശ്വാസിയും പഞ്ചായത്ത് പ്രസിഡന്റുമായ ഒരു മാന്യനെ നിയമിച്ചു. അങ്ങനെ ആ സമ്മേളനം നടക്കുന്ന ദിവസം ഈ പഞ്ചായത്ത് പ്രസിഡന്റിന് ഈ സമ്മേളനത്തിൽ വരാൻ സാധിക്കയില്ല എന്ന് അറിയിച്ചു. ഇദ്ദേഹം മറ്റേതെങ്കിലും കാര്യത്തിന് പോകുവാനായിട്ട് അദ്ദേഹത്തിന് അത്യാവശ്യമായിട്ട് പോകേണ്ടി വന്നു. അപ്പൊ അന്ന് ആ സമ്മേളനത്തിൽ അച്ഛൻ ആ പുരോഹിതൻ എഴുന്നേറ്റ് പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: ഞാൻ ഈ പള്ളിയിൽ വന്ന് ചാർജ് എടുത്തപ്പോൾ ആദ്യമായിട്ട് എന്റെ അടുക്കൽ വന്ന് കുമ്പസാരിക്കാൻ വന്ന ഒരാൾ, ഫസ്റ്റ് കുമ്പസാരം. അദ്ദേഹം വ്യഭിചാരം ചെയ്ത കഥ, മോഷണം നടത്തിയ കഥ, കൊലപാതകം നടത്തിയ കഥ, ഇങ്ങനെ വളരെയേറെ കാര്യങ്ങൾ അദ്ദേഹം ഏറ്റു പറയുവാനിടയായി. ഞാൻ പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന് മോചനം കൊടുത്തു വിട്ടു. അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി: ഇടവകയിലെ ജനങ്ങളുടെ സ്വഭാവം. 10 കിലോ അരി നമ്മൾ അടുപ്പിൽ വെച്ച് വേവാൻ നേരത്ത് പോലെ ഞെക്കുമൊക്കെ വേവറിയാമല്ലോ. ഇതുപോലെ ആ ജനങ്ങളുടെ സ്വഭാവം എനിക്ക് അദ്ദേഹത്തിന്റെ ആ ഫസ്റ്റ് കുമ്പസാരത്തിൽ നിന്ന് മനസ്സിലായി. അപ്പൊ അതനുസരിച്ച് ഞാൻ ജനങ്ങളോട് ഇടപെട്ടത് കൊണ്ടാണ് എനിക്ക് ഇത്രയും വിജയകരമായ നിലയിൽ ഈ പള്ളിയിൽ നിൽക്കുവാനും ശുശ്രൂഷ ചെയ്യാനൊക്കെ ഇടയായത് എന്ന് പുരോഹിതൻ പറയുകയും തുടർന്നുള്ള പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പൊ അന്ന് സ്ഥലത്ത് വരികയില്ല എന്ന് പറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് അപ്രതീക്ഷിതമായിട്ട് അവിടെ വരുവാനിടയായപ്പോൾ അദ്ദേഹത്തിന് അതിന്റെ മാന്യമായൊരു സ്വീകരണവും സമയം കൊടുക്കേണ്ടത്. കാരണം അദ്ദേഹത്തെ പ്രസംഗനായി വെച്ചിരുന്നതല്ലേ. ഉടനെ പ്രസംഗം എല്ലാം കഴിഞ്ഞ് ചടങ്ങെല്ലാം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് സമയം ഉണ്ടാക്കി കൊടുത്തിട്ട് അച്ഛൻ പറഞ്ഞു അദ്ദേഹം നമ്മോട് സംസാരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അത് സ്റ്റേജിൽ കയറി ഇന്ന് സംസാരം തുടങ്ങിയപ്പോൾ എങ്ങനെ പറഞ്ഞു: ഈ പള്ളിയിൽ അച്ഛൻ ചാർജ് എടുത്തപ്പോൾ ആദ്യം കുമ്പസാരിച്ചവൻ ഞാനാണ്. ഫസ്റ്റ് കുമ്പസാരം എന്റേതാണ്. ഇതോടുകൂടി ജനങ്ങളെല്ലാം പല്ലിറുമ്പാൻ തുടങ്ങി, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി. നോക്കണമേ. അപ്പോ കർത്താവായ യേശു പറഞ്ഞു, അറയ്ക്കകത്ത് കയറി ചെവിയിൽ പറഞ്ഞത് പുറപ്പുറത്ത് ഘോഷിക്കപ്പെടുമെന്ന്. അറയ്ക്കകത്ത് പറഞ്ഞത്, അതെ, ചെവിയിൽ പറഞ്ഞത് പുറപ്പുറത്ത് ഘോഷിക്കപ്പെടും. ഇന്നത്തെ പോലെ ആധുനിക ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ഇല്ലാത്ത കാലത്താണ് കർത്താവ് അത് പറഞ്ഞു, കേട്ടോ. അപ്പോ ഓർക്കണം, നമ്മുടെ ജീവിത പ്രവർത്തികളെല്ലാം ആരും അറിയയില്ല എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്താലും ഒരു നാള് അത് വെളിപ്പെട്ട് വരുമെന്നാണ് ഈ പുരോഹിതന്റെയും ഈ പഞ്ചായത്ത് പ്രസിഡന്റെയും കഥ നമ്മോട് വിളിച്ചറിയിക്കുന്നത്. ഈ പുരോഹിതൻ ഇങ്ങനെ പറഞ്ഞത് അങ്ങനെ പറയുമെന്ന് ആരും വിചാരിച്ചില്ല. ഇദ്ദേഹം രണ്ടാമത് വരുമെന്ന് വിചാരിച്ചില്ല. ഈ പള്ളിയിൽ ആദ്യമായി കുമ്പസാരിച്ച ഞാനാണെന്ന് പറയുന്ന ഏരിയയിൽ. എന്നാൽ കർത്താവിന്റെ വചനം കിടക്കുന്ന നോക്കണം: നീ അറയ്ക്കകത്ത് കയറി ചെവിയിൽ പറഞ്ഞത് പുറപ്പുറത്ത് ഘോഷിക്കപ്പെടും. അങ്ങനെ അത് വെള്ളിയിൽ വരുവാനിട. ഏത് പൗലോസ് പറയുന്നത്? സഹോദരന്മാരെ, നിങ്ങൾ വഞ്ചിക്കപ്പെടുവാനിടയാകരുത്. അതിന്റെ കാരണം കാൽവറിയിലെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ പിറകെ അലറുന്ന സുമുഖം പോലെ ഇങ്ങനെ സാധാ നടക്കുകയാണ്. ഇവന് ഏതെങ്കിലും ചതിയിൽപ്പെടുത്തി ഇവന്റെ ആത്മീയ തീഷ്ണത നശിപ്പിച്ച് ഇവന്റെ പ്രവർത്തന ഇല്ലാത്തവനായി, മന്ദബുദ്ധിയായി, ആത്മീയമായ ഒരു തളർന്നവനായി ഇരുത്തുവാൻ വേണ്ടി സാധാരണ നടക്കുമ്പോ നമ്മുടെ ഓരോ നടപ്പിലും പ്രവൃത്തിയിലും വചനത്തിലും എല്ലാം തന്നെ വളരെ ശ്രദ്ധയോടെ പോയെങ്കിൽ മാത്രമേ നമ്മുടെ ആത്മീയ ഉണർവ്, നമ്മുടെ ആത്മീയ തീഷ്ണത, ദൈവവിശ്വാസം, ആ ഭാവി പ്രത്യാശയെല്ലാം നമ്മുടെ മനസ്സിൽ നിൽക്കുകയുള്ളൂ. അതാണ് വഞ്ചിക്കപ്പെടരുത്. 2, സമയം തക്കത്തിൽ ഉപയോഗിക്കണം. കാരണം നമുക്ക് ആകെപ്പാടെ 10-7 വർഷമല്ലേ ഇവിടെ ഉള്ളൂ. അപ്പൊ ഇന്നലത്തെ ദിവസം ഒന്ന് തിരികെ കിട്ടുമോ? അപ്പൊ ഒരു സമയത്ത് നമ്മൾ വിശ്രമിക്കുവാനും പിറകോട്ട് പോകാനും ഇടയാകാതെ കർത്താവിനെ സാക്ഷിക്കുവാനും പ്രസംഗിക്കുവാനും കർത്താവിന്റെ വചനം സംസാരിക്കുവാനും
മറ്റുള്ളവരോട് ഈ ആത്മീയരക്ഷ അറിയിക്കുവാനൊക്കെ നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരങ്ങളും സമയങ്ങളും ഒരിക്കലും നമ്മൾ പാഴാക്കി കളയരുത്. ഞാനിങ്ങനെ ഒരു കഥ വായിച്ചിട്ടുണ്ട്. വടക്കേ ഇന്ത്യയിലാണ് സംഭവം. അവിടെ ഒരു കൃഷിക്കാരന് കഴുതയും കാളയും, അദ്ദേഹം പാടത്ത് വയലിൽ ഉടാൻ പോകുമ്പോൾ കാളയും കഴുതയും ഒരുമിച്ച് പൂട്ടി. ന്യായപ്രമാണത്തിൽ പറയുന്നുണ്ട് കാളയും കഴുതയും ഒരുമിച്ച് പൂട്ടരുതെന്നാ പറയുന്നത്. അത് ഇസ്രായേലിനോട് പറഞ്ഞിരിക്കുന്ന. അപ്പൊ ഈ കാളയും കഴുതയും ഒരുമിച്ച് പോയി വയലിൽ അദ്ദേഹം കൃഷി ഇറക്കും. അപ്പോ ഒരു ദിവസം ഈ കാള പനിയായി അഭിനയിച്ചു കിടക്കും. കാളയ്ക്ക് ഉണ്ടല്ലോ അതിൻ്റെതായ ബുദ്ധി. അപ്പൊ കൊടയക്കാർ ഏതന്മാരും വന്ന് നോക്കിയപ്പോ കഴുത ഉള്ളവരോടെ നിൽക്കുന്ന കാള ഇങ്ങനെ തളർന്ന് ക്ഷീണിതനായി കിടക്കും. അപ്പൊ അദ്ദേഹം അയൽവക്കത്തെ കാളയെ വിളിച്ച കഴുതേനെ കണ്ട് പാടത്ത് പോയി. പണിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ ഈ കാള ചോദിച്ചു, എടാ യജമാൻ എന്നെ പറ്റി വല്ലതും പറഞ്ഞോ? കഴുത പറയാ നിന്നെ പറ്റി ഒന്നും പറഞ്ഞില്ല. അയൽവക്കത്തെ കാളയെ വിളിച്ചിട്ട് ഞങ്ങൾ പണിയൊക്കെ കഴിഞ്ഞ് വരികയത്. അപ്പൊ കാളയ്ക്ക് ഒരു സന്തോഷമായി. അങ്ങനെ 2-ാം ദിവസവും ഈ കാള പനിയായിട്ട് കിടക്കും. അപ്പൊ അമ്മ ഇതുപോലെ അയൽവക്കത്തെ കാളയായിട്ട് പോയി വളവും പണിയെല്ലാം കഴിഞ്ഞ് മടങ്ങി വന്നപ്പോ കാള ചോദിച്ചോളാം, ഇന്ന് എന്നെ പറ്റി വല്ലതും പറഞ്ഞേ? നിന്നെ പറ്റി ഒന്നും പറഞ്ഞില്ല. അപ്പൊ കാളയ്ക്ക് വളരെ സന്തോഷമായി, പനി അഭിനയിക്കാമല്ലോ എന്ന്. 3-ാം ദിവസം യജമാനൻ ചെല്ലുമ്പോഴും കാളയ്ക്ക് പനി മാറിയിട്ടില്ല. കഴുതാനെയും അയൽവക്കത്തെ കാളയായിട്ട് ഉഴുവാനായിട്ട് പോയി. അങ്ങനെ കൃഷിപ്പണിയെല്ലാം കഴിഞ്ഞവർ മടങ്ങി വന്നപ്പോ കഴുത ചോദിച്ചു, എടാ ഇന്ന് എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞോ? അപ്പൊ കഴുത പറഞ്ഞു, എടാ ആ കശാപ്പുകാരൻ അവിടെ വന്ന് എന്തോ അവര് തമ്മിൽ പറഞ്ഞ് ഏമാനും കശാപ്പുകാരന്റെ കയ്യിൽ നിന്ന് എന്തോ മേടിച്ച് മടിയിലേക്ക് വെക്കുന്ന ഞാൻ കണ്ടു. എന്താന്ന് എനിക്ക് അറിയാൻ പാടില്ല. കടക്ക് മനസ്സിലായി, സംഗതി നാളെ എന്റെ കഴുത്തെ കത്തി വീഴും, ഞാൻ ഇറച്ചിയായി മനുഷ്യന്റെ വയറ്റിലേക്ക് പോകുമെന്ന് കേട്ടോ. അപ്പൊ കാള ഇനി എന്ത് പറഞ്ഞിട്ടും ഒരു പ്രയോജനമില്ല. എനിക്ക് പനിയല്ല, ഇനി പനി അഭിനയിക്കാതെ നിന്നിട്ട് കാര്യമില്ല. കശാപ്പുകാരന്റെ അഡ്വാൻസ് ഏതമാരുടെ പോക്കല്ലായി പോയില്ലേ, ചിന്തിച്ചു നോക്കിക്കേ. അപ്പോ ആ കാള അഭിനയിക്കാതെ അവന് ലഭിച്ച സമയം തക്കത്തിൽ ഉപയോഗിച്ചായിരുന്നു എങ്കിൽ അത് സന്തോഷമായിരുന്നു. ഇതുപോലെ നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം 25,540 ദിവസം എന്നാണ് പറയുന്നത്. 70 വയസ്സ് വരെ ജീവിക്കുമ്പോൾ കിട്ടുന്നത്. ആ സമയങ്ങൾ ഉണർവുള്ളവരായി ഉത്സാഹമുള്ളവരായി കർത്താവിന്റെ നാമത്തിലൂടെ പ്രവർത്തിച്ചാൽ എത്രയോ സന്തോഷമാണ്. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരങ്ങൾ, നമുക്ക് ലഭിച്ച ആരോഗ്യം, നമ്മുടെ ബുദ്ധി, നമ്മുടെ ജ്ഞാനം, നമ്മുടെ കഴിവ് ദൈവരാജ്യ മഹത്വത്തിന് വേണ്ടി നമ്മൾ വിനിയോഗിക്കുമ്പോൾ ആ ശബ്ദ തരംഗങ്ങൾ അന്തരീക്ഷത്തിൽ മുടങ്ങി കേൾക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കും. അങ്ങനെ 99 ഭാവികൾ അല്ല ഒരു ഭാവി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്ന അതിനപ്രകാരം നമ്മുടെ കർത്താവിനും അതേ ദൈവത്തിനും എപ്പോഴും സന്തോഷമായി നമ്മുടെ ജീവിതം കഴിക്കുന്നെങ്കിൽ പ്രിയമുള്ളവരെ സന്തോഷമാണ്. ഈ ഈ പുരോഹിതനും ആ പഞ്ചായത്തിനെ പറ്റി അബദ്ധം ആലോചിക്കുകയും ഈ കാളയ്ക്ക് പറ്റി അബദ്ധം നമ്മൾ ചിന്തിച്ചു നോക്കി. ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പറ്റാതെ പൗലോസ് പറയുന്നു, വഞ്ചിക്കപ്പെടരുത്, സമയം തക്കത്തിൽ ഉപയോഗിപ്പീൻ. അങ്ങനെ സമയത്തക്കത്തിൽ ഉപയോഗിച്ച് ജയകരമായ ക്രിസ്തീയതയെ നയിക്കുവാൻ നമ്മൾ എപ്പോഴും ഉത്സാഹിച്ചിരിക്കും. ഞാൻ ഒരു പാട്ട് പാടി അവസാനിപ്പിക്കാം. തീപ്പൊയ്കയിലും പുഴുവുണ്ട്, പാതാളത്തിൻ തെരുവുകളിൽ മത്സ്യം പോലെ ഇഴഞ്ഞു നടക്കും പുഴുവുണ്ട്. അതെ, കർത്താവായ യേശു കാൽവരി യാഗമായ രക്തം വീണ്ടെടുത്തില്ലായിരുന്നെങ്കിൽ ആ പാതാളത്തിലേക്ക് നരകത്തിലേക്ക് പോകുന്ന അസുര ദയനീയമായി ചിന്തിച്ചു നോക്കുകയും അവിടെ ചാകാത്ത പുഴുവും കെടാത്ത എന്നോട് കർത്താവ് തന്നെ പറഞ്ഞു. തീപ്പൊയ്കയിലും പുഴുവുണ്ട്, പാതാളത്തിൻ തെരുവുകളിൽ മത്സ്യം പോലെ ഇഴഞ്ഞു നടക്കും പുഴുവുണ്ട്. ചെല്ലരുതേ പോകരുതേ മർത്യ, നീയും ഓർക്കണമേ രക്ഷകനാകും യേശുവിനെ. വേഗമൊരുങ്ങൂ, സമയം കളയരുതേ, രക്ഷകനാകും യേശുവിനെ നിൻ ഹൃദയത്തിൻ ഭരണത്തെ കൈമാറൂ. പുസ്തകമുണ്ട് സ്വർഗത്തിൽ, ജീവന്റെ പുസ്തകമുണ്ടല്ലോ, എഴുതുമവൻ നിൻ പേരും നിൻ ഭവനത്തിൻ പേരുകളും നിൻ പേരും സ്വർഗത്തിൽ. എഴുതുമവൻ പുസ്തകമുണ്ട് സ്വർഗത്തിൽ, ജീവന്റെ പുസ്തകമുണ്ടല്ലോ, എഴുതുമവൻ നിൻ ഭവനത്തിൻ പേരുകളും നിൻ പേരും സ്വർഗത്തിൽ. മൺമയമാകും മൺകൂടാരം മണ്ണിൽ തിരികെ ചേരുമ്പോ നാഥനൊരുക്കിയ വിൺകൂടാരം സ്വർഗകനാനിൻ തീരത്തുണ്ടല്ലോ. മൺമയമാകും മൺകൂടാരം മണ്ണിൽ തിരികെ ചേരുമ്പോ നാഥനൊരുക്കിയ വിൺകൂടാരം സ്വർഗകനാനിൻ തീരത്തുണ്ടല്ലോ. ആ മനോഹരമായ സ്വർഗീയ ശരീരത്തോടുകൂടി തനാപരസലേം എന്ന സ്വർണ്ണ കൊട്ടാരത്ത് ജീവജലാന്തര തീരത്ത് യോഷത്തിന്റെ ചുവട്ടിൽ
കോടാനുകോടി വിശുദ്ധന്മാരോട് 1000 ദൂതന്മാരോടും താവാൻ ദൈവത്തോട് വാസക്കാലം കോടാനുകോടി വർഷമാണ്. ആ പ്രത്യാശ നാട്, ആ ഭാവിയിലെ ശോഭനമായ കാലങ്ങൾ നമുക്ക് സ്വന്തമായി തരുവാൻ കാൽവറിയിലേക്ക് ക്രൂശുമായി യേശുവിന്റെ കഷ്ടാനുകളെ ഓർത്തുകൊണ്ട് ആ യേശുവിനെ സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ ഈ ലോക ജീവിതത്തിൽ അതെ വഞ്ചിക്കപ്പെടാതെ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഈ വചനങ്ങൾ നിങ്ങൾക്ക് സഹായമായിരിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.